ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്ക്, അതായത് ക്യാരറ്റ് ഡേറ്റ്സ് കേക്കാണിത്. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ടാണ്. ഓക്കെ, മൈദ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തില്ല. വളരെ ഹെൽത്തി ആയിട്ട് ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അന്നേരം ഡേറ്റ്സ് കഴിക്കാത്തവരെയും ക്യാരറ്റ് കഴിക്കാത്തവർക്കും എല്ലാം കഴിപ്പിക്കാനും കൂടെ ഒരു മാർഗ്ഗമാണിത് കേട്ടോ. ഓക്കെ, അന്നേരം ആദ്യമായിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഒരു 15 ഡേറ്റ്സ് അത് ചെറിയ ചൂടുള്ള പാലിൻ്റെ അകത്തൊന്ന് സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കണ്ടോ, ഇത് ചെറിയ ഡേറ്റ്സ് ആയതുകൊണ്ടാണ് ഞാനൊരു 15 എണ്ണത്തോളം എടുത്തത്. വലിയ ഡേറ്റ്സ് ആണെങ്കിൽ ഒരു 10 എണ്ണം മതിയോ. ഓക്കെ, ഒരു വാം മിൽക്കിൽ വേണം നമ്മൾ സോക്ക് ചെയ്ത് വെക്കാൻ. എന്നാൽ നമ്മുടെ ഡേറ്റ്സ് ഒന്ന് സോഫ്റ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. പിന്നെ ക്യാരറ്റ് ഇതേപോലെ ചെറുതായിട്ട് നല്ല ഫൈനായിട്ട് ചീകി വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 മുട്ട ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ എടുത്ത ആ ഡേറ്റ്സും പാലും കൂടെ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് വെച്ചിരിക്കണം. ഒരുപാട് അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒരു കടി കിട്ടണം. അതേ പരുവത്തിൽ വേണം എടുക്കാൻ. പിന്നെ 3 മുട്ട. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ 3 മുട്ട നമുക്കൊന്ന് നല്ല ഫ്ലഫി ആക്കി എടുക്കണം. നല്ലതുപോലെ ഒന്ന് അടിച്ച് എടുക്കണം. ഓക്കെ, ഇത് അടിച്ച് നല്ല പരുവമെന്ന് പറഞ്ഞാൽ നമ്മുടെ കേക്ക് ഇത് 3 മുട്ടയുണ്ട്. അന്നേരം ഇത് നല്ലപോലെ ഇതിൻ്റെ അടിച്ച് കഴിയാൻ അതിൻ്റെ കളറ് മാറി നല്ല വൈറ്റ് കളറായിട്ട് വരണം. അതുപോലെ തന്നെ ഇത് അതിൻ്റെ എമൗണ്ട് ഇപ്പം കണ്ടു ഇച്ചിരേ ഉള്ളൂ. ഇത് നമ്മൾ അടിച്ച് ഒരു 5 to 10 മിനിറ്റ്സ് ഇത് അടിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ എമൗണ്ട് കൂടി വരും. കണ്ടോ, ഇങ്ങനെ നമ്മൾ നല്ലതുപോലെ വിസ്ക് ചെയ്യണം. ഇതില്ല ഈ വിസ്ക് വെച്ച് നല്ലതുപോലെ വിസ്ക് ചെയ്താലും മതി. ഓക്കെ, നല്ല ഫ്ലഫി ആയിട്ട് വരണം. കണ്ടോ, ഇതേപോലെ നമ്മൾ ഫ്ലഫി ആക്കി എടുക്കണം. ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കണം. മുട്ടയല്ല, ഇതിലേക്ക് നമ്മൾ ഷുഗർ ചേർത്ത് കൊടുക്കണം. ഇതിൽ ഒരു 1/2 കപ്പ് ഷുഗർ കൂടെ നമ്മൾ പതപ്പിച്ച മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 1/2 കപ്പ് ഷുഗർ. നിങ്ങൾക്ക് ഷുഗർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് വരെ ചേർക്കാം. പൊടിച്ച് ചേർക്കാം, അല്ല പൊടിക്കാതെ വേണമെങ്കിലും ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അന്നേരം ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിപ്പയിലൊന്ന് അരിച്ചെടുക്കണം. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാനിതിന് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. ഓക്കെ, ഒട്ടും മൈദ അല്ല യൂസ് ചെയ്യുന്നത്, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് സോഡ ചേർത്തു. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് സോഡ ചേർത്തു. 1 പിഞ്ച് ഉപ്പ്. എന്നാലും നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇപ്പം ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. നമ്മൾ സാധാരണയായിട്ട് അരിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിൽ ഇമ്പ്യൂരിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറി കിട്ടും. അതുപോലെ നമ്മുടെ ഈ പൊടി ഒന്ന് നല്ല ഒരു ഫൈനായിട്ട് കിട്ടും. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. ഇനിയും നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ മുട്ടയും നമ്മുടെ ഇതും നല്ല മിക്സായി കിട്ടിയല്ലോ. ഇതിലേക്ക് ഇനി നമുക്ക് 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഈ വാനില എസൻസ് ആണെങ്കിൽ അത് ചേർത്താൽ മതി. 1 ടീസ്പൂൺ ചേർത്തു. പിന്നെ അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് ഒലിവ് ഓയിലാണ് ചേർത്തേക്കുന്നത്. ഓക്കെ, ഇത് നല്ലൊരു ഹെൽത്തി ഓപ്ഷനാണ് ഒലിവ് ഓയിൽ ചേർക്കുന്നത്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താലും മതി. നിങ്ങൾ വിസ്ക് ആണെങ്കിൽ വിസ്ക് ചെയ്തെടുക്കുക. ഒരുപാട് ചെയ്യേണ്ട കാര്യം, ചെറുതായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഡേറ്റ്സും പാലും കൂടെ ജസ്റ്റ് പൾസ് ചെയ്ത് വെച്ചത്. ഒരുപാട് അരയേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു പീസസ്സായിട്ട് ചെറിയ പീസസ്സായിട്ട് കിടക്കണം. എന്നാൽ മാത്രമേ നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ അത് ഡേറ്റ്സിൻ്റെ കേക്കാണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, ഇനി ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് നമ്മൾ അരിയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ചീകി എടുക്കുമ്പോൾ വളരെ കനം കുറഞ്ഞ ഇതിൽ കൂടെ അരിഞ്ഞ് വേണം എടുക്കാൻ. കണ്ടോ, ഇതേ ഒരു നൂൽ പരുവത്തിൽ വേണം ക്യാരറ്റ് ഇരിക്കാൻ. അതുകൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഒരുപാട് സ്പീഡിൽ ചെയ്യേണ്ട കാര്യമില്ല, ചെറിയതായിട്ട് നമ്മുടെ കയ്യിൽ സ്പാച്ചുല വെച്ചാണ് ഫോൾഡ് ചെയ്യുന്നതെങ്കിൽ സ്പാച്ചുല വെച്ചൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുക. ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചെറുതായിട്ട് കുറച്ച് പകുതിയായിട്ട് ചേർത്ത് നമ്മളിത് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ഫസ്റ്റ് ഹാഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. കണ്ടോ, വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ്. അത് ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കുമ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് മൈദയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊരു മിക്സായി നമ്മുടെ കിട്ടിയിട്ടുണ്ട്. ഞാനിത് രണ്ടും മിക്സ് ചെയ്തെടുത്തു. ഇനി ഞാനിതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. കേക്ക് ബാറ്റർ കണ്ടോ, ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ഇരിക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിലാണ് നമ്മളിതിൻ്റെ ബാറ്റർ പ്രിപ്പയർ ചെയ്യേണ്ടത്. അന്നേരം നമ്മുടെ ബേക്കിംഗ് നമ്മുടെ ട്രേ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം.
നിങ്ങളുടെ ഓവനിലെ സെറ്റിംഗ് അനുസരിച്ച് നിങ്ങൾ ബേക്ക് ചെയ്തെടുക്കുക. എൻ്റെ ഇതിൽ ഞാനൊരു 180 ഡിഗ്രിയിൽ ഏകദേശം ഒരു 45 മിനിറ്റ്സോളം ബേക്ക് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് നോക്കിക്കണ്ടോ, ഇത് ഏകദേശം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയും 45 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. 45 മിനിറ്റ്സ് കഴിഞ്ഞു. ഞാനിത് ഓവനിൽ നിന്ന് എടുക്കുകയാണ്. കണ്ടോ, ഇത് മണ്ടേ നല്ല ക്രാക്ക് വീണിട്ടുള്ളതിൻ്റെ അർത്ഥം നല്ലപോലെ ബേക്കായിട്ടുണ്ടെന്നാണ്. ഇനി നമുക്കൊരു സ്ക്യൂവറോ അല്ലെങ്കിൽ ഒരു ഈർക്കിലോ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചൊന്ന് ഇങ്ങനെ ഒന്ന് പ്രിക്ക് ചെയ്ത് നോക്കാൻ നേരം അതിൻ്റെ ഇൻസൈഡ് കുക്കായിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ സ്ക്യൂവറിലോ അല്ലെങ്കിൽ ഈർക്കിലോ ഒക്കെ കൊണ്ട് കീറും. കണ്ടോ, ഇത് കംപ്ലീറ്റ്ലി ബേക്ക് ആയിട്ടുണ്ട്, ഇൻസൈഡെല്ലാം നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. തണുത്തതിന് ശേഷം മാത്രമേ തിരിച്ചിട്ടാവും കേട്ടോ. കണ്ടോ, ബട്ടർ പേപ്പറൊക്കെ നല്ല കംപ്ലീറ്റ്ലി നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റാം. ഓക്കെ, ഇതിൻ്റെ ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കാം. കണ്ടോ, ബട്ടർ പേപ്പർ മാറ്റി. ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ്ലി ബേക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പർ സോഫ്റ്റ് ആണ്, കാണുമ്പോഴേ അറിയാൻ പറ്റും. ഇനി നമുക്ക് ഓരോരോ പീസസ് ആയിട്ട് നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം. കണ്ടോ, നമ്മുടെ കയ്യിൽ ഏത് നൈഫാണോ ഉള്ളത് അതുകൊണ്ട് നമുക്കിഷ്ടമുള്ള സൈസിന് അനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പം ഒരുപാട് തിന്നായിട്ട് സ്ലൈസ് ചെയ്യുന്നില്ല, അതേസമയം ഒരുപാട് തിക്കായിട്ടും ചെയ്യുന്നില്ല. കണ്ടോ, ഇതേപോലെ ഞാൻ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്ക്, ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ് കേക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ലിൻസീസ് ലിങ്ക്. ഓക്കെ, അന്നേരം താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇനി കാണാം. ബൈ.